ചെമ്പന്തൊട്ടി നയനാർ മലയിൽ ജലബോംബ് തേടി മലയോര ന്യൂസിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചെമ്പന്തൊട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രാദേശിക ഗ്രൂപ്പുകളിലും മറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചെമ്പന്തൊട്ടിയുടെ നയനാർ മലയിൽ ജലബോംബുകൾ. ചെമ്പന്തൊട്ടിയും ഒരു ചൂരൽമലയാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ട് വളരെ കൃത്യമായ രീതിയിൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു എന്താണ് അവിടുത്തെ സത്യാവസ്ഥ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകാം, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളൊരു കാഴ്ചകളൊന്ന് ഒപ്പിയെടുക്കാം എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ആ ഒരു നയനാർമല ലക്ഷ്യം വെച്ച് ഒരു യാത്ര തുടങ്ങുവാണ്. നമ്മളിവിടുന്ന് ചെമ്പന്തൊട്ടി ചെന്നു. ചെമ്പന്തൊട്ടിയിൽ നിന്ന് കോറങ്ങോട് ഞണ്ണമല കൂടിയാണ് നമ്മൾ ഈ നയനാർ മലയിൽ എത്തിപ്പെടുക. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ ജലബോംബെന്ന് അവർ പറയുന്ന ഈ ദൃശ്യത്തിലേക്ക് എത്താൻ കഴിയുക. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ആ ഒരു താഴെ നിന്ന് ഒരുപാട് കയറി മുകളിലെത്തി, താഴെ നിന്ന് വണ്ടി താഴെ വരെ എത്തത്തുള്ളൂ. അവിടെ നിന്ന് ഇപ്പം നടന്ന് കയറി ആദ്യത്തെ ജലബോംബ് എന്ന് അവകാശപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആ ചിത്രം, ഒന്നാമത്തെ ജലബോംബിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജലബോംബ് എന്ന് ഞങ്ങളിതിനെ പറയുമ്പോൾ നിങ്ങളതൊരു ഭീതിയോടെ കാണരുത്. അതിനകത്ത് വന്ന മാധ്യമങ്ങളിൽ വന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം കൊണ്ട് പറയുന്നതാണ്. ഇതൊരു വെള്ളക്കെട്ടാണ്. അതായത് കല്ല് പൊട്ടിച്ച് മാറിയിടത്ത് രൂപപ്പെട്ട ഒരു മുൻ കോറ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിടത്ത് രൂപപ്പെട്ട ഒരു വെള്ളക്കെട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ നടുക്ക് ആ ഒരു ചാല് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിലെ നടന്ന് നമ്മൾ വെള്ളക്കെട്ടിനകത്തോട്ടൊന്ന് നിങ്ങൾക്ക് കാഴ്ചയിൽ കൃത്യമായി എത്തിക്കാൻ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാല് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ലോറിയൊക്കെ കയറി നമ്മൾ അവിടെ നിന്ന് കല്ലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ആ വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വഴി നടക്കുന്നിടത്തെല്ലാം വെള്ളമുണ്ട്. തുടക്കത്തിൽ ചെറിയ ചെറിയ വെള്ളം വന്നാൽ അത് ഏകദേശം ഞങ്ങൾ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പം ഒരു മുട്ടിനൊപ്പം, അതായത് ഒരടി വെള്ളം, അത് അത്രയും ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നടുക്ക് വരെ നമ്മൾ പോയിട്ടില്ല. ഇത് നമ്മളിപ്പം കാണുന്ന അത്രയും വരെ എടുത്തിട്ടുള്ളൂ. അവിടുന്ന് ഇപ്പം ജസ്റ്റ് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് തുടങ്ങുന്ന സ്ഥലം എന്ന് പറയാം, തുടങ്ങുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റും നമുക്ക്. ആ തുടങ്ങുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് ഈ ലോറിയുടെ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ, പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയില്ല. അപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ ഉൾവശമാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം. കൃത്യമായ രീതിയിലൂടെ പറയുന്നുണ്ട്. ഈ കാണുന്ന വലിപ്പമേ ഉള്ളൂ ഇതിന്. ആകെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന വലിപ്പം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു വലിപ്പം ഉണ്ടല്ലോ, ആ വലിപ്പം മാത്രമേ ഉള്ളൂ. ഈ വലിപ്പത്തിൻ്റെ അകത്ത് ഏകദേശം നമ്മുടെ ഒരു കാഴ്ചയിൽ ഒരു 2 മൂലയ്ക്കായിട്ട് ഏകദേശം ഒരു 10 അടിയോളം താഴ്ചയിൽ വെള്ളം കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട അത്രയൊരു ഭീതി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഇവിടെ ഒരു അപകടം ഇല്ലയെന്ന് നമ്മൾ ആ ഉറപ്പല്ല നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ നിഗമനങ്ങൾ, നിങ്ങളുടെ ഭീതി മാറ്റാൻ നിങ്ങൾക്കൊരു നിഗമനമാണ് നമ്മളിപ്പോൾ നൽകുന്നത്. നമ്മളിപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ഇവിടെ വലിയൊരു ഭീതിക്കുള്ള സാധ്യതയില്ല. ഇനി മേളിൽ നിന്ന് മണ്ണിടിഞ്ഞാൽ പോലും അത് ഈ നടുക്ക് വന്ന് വീണ് എന്ത് ചെയ്യും, ഇവിടുന്ന് വെള്ളം പുറത്തോട്ട് തള്ളി വരും എന്നുള്ളൊരു അപകടാവസ്ഥ മാത്രമേ നിലവിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മളിതിൻ്റെ കാഴ്ചകൾ നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളാണ് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കിടക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ചിത്രത്തിൽ വന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ അവർ രണ്ടാമത്തെ ബോംബെന്ന് പറഞ്ഞു, അതായത് രണ്ടാമത്തെ വെള്ളക്കെട്ടാണ്, ഇതിനെയാണ് അവർ ബോംബെന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഈ രണ്ടാമത്തെ വെള്ളക്കെട്ടിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഇല്ലല്ലേ, കഷ്ടി ഒരു 19 മീറ്റർ ആണ് അവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്ന് ഇങ്ങോട്ട് എത്താൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഒരു നീല പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ അത് കണ്ടത്, ആ ചിത്രം കണ്ടത്. അപ്പം അതിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം നടന്ന് അതിൻ്റെ അടുത്തെത്തി എന്ന് പറയാം. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, അന്ന് നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആ നീല പ്ലാസ്റ്റിക് ഇട്ടിരുന്ന ഒരു നമ്മൾ കയറി വരുന്നിടത്ത് കാണുന്ന ഈ നീല പ്ലാസ്റ്റിക് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ കണ്ടവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിരുന്ന ആ ഒരു ചിത്രങ്ങൾ വന്നിരുന്ന രണ്ടാമത്തെ വെള്ളക്കെട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടുക്ക് മൊത്തം വെള്ളമാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ലൊരളവ് വെള്ളം അവിടെ ഉണ്ട്. ഇല്ലാന്ന് നമ്മൾ താഴത്തേക്കാട്ടിലും കുറച്ചും കൂടി വലുതാണ്. ഇത് താഴത്തെ തീരെ ചെറുതാണ്. ഇത് താഴത്തേക്കാട്ടിലും കുറച്ചും കൂടി അതിൻ്റെ ഒരു 3/4 ഭാഗം കൂടി കാണുമായിരിക്കും. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ 3 സൈഡിലും കല്ല് തന്നെയാണ്, കല്ല് പൊട്ടിച്ച് മാറിയതാണ്. അവിടെ ഇതാ വെള്ളം കിടപ്പുണ്ട്. പക്ഷെ ഒരു വലിയ ജലബോംബായിട്ട് താഴോട്ടൊരു ഉരുളുപൊട്ടൽ പോലെ പ്രഹരം ഏൽപ്പിക്കാൻ മാത്രമുള്ള വെള്ളവും അതിനകത്തില്ല. ഇനി അതിൻ്റെ മണ്ടയിൽ നിന്നൊരു മണ്ണ് വന്ന് പതിച്ച് വരാൻ മാത്രമുള്ള ഒരു മണ്ണോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ മണ്ടയിലില്ല എന്നാണ് നമുക്ക് ഇവിടുന്ന് കാഴ്ചയിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ജലസംഭരണിയുടെ കേസിലും അല്ലെങ്കിൽ ഈ ജലം കിടക്കുന്നതിൻ്റെ കേസിലും നമ്മൾ മനസ്സിലാക്കുന്ന ആ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഫോട്ടോ സൂം ചെയ്ത് കാണുമ്പോൾ കാണുന്ന ഒരു ഭീകരതയോ കാര്യങ്ങളോ നമുക്കിവിടെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നിടത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ അങ്ങനെയൊന്നുമില്ല.
ഇനിയിപ്പം ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതായത് ഇതിൻ്റെ അകത്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഒരു കോറയുടെ ദൃശ്യങ്ങളാണ് അവർ മൂന്നാമതായിട്ട് അതിൻ്റെ അകത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു കോറയുണ്ട്, ക്രഷറുണ്ട്. ഇതിപ്പം ഓൾറെഡി വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടയിൽ നമ്മൾ ആദ്യം കാണുന്ന കോറ ഓൾറെഡി പണിത് അവർ ഉപേക്ഷിച്ച കോറയാണ്. അതിലേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു അറിവ് വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങോട്ടാണ് ഞങ്ങൾ ശരിക്കും നടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തി. ഇതാണ് നമ്മൾ കാണുന്ന ആ ദൃശ്യം, അതായത് മണ്ണിടിഞ്ഞ ദൃശ്യം എന്ന് പറയുന്ന സംഗതി ഇതാണ്. അതായത് ഈ ക്രഷർ ഇവിടെ ഉപേക്ഷിച്ചതാണ് ഇവർ എടുത്ത് തീർന്നാണ്. മാക്സിമം അത് യൂസ് ചെയ്ത് അവിടെ കല്ലെടുത്ത് അവശേഷിച്ച ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന അധികം മണ്ണൊന്നും ഇടിഞ്ഞിട്ടില്ല. ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ എർത്തിൽ നിന്നും എടുത്ത് സൂം ചെയ്ത്, ഗൂഗിൾ എർത്ത് ആപ്പിൽ നിന്നും എടുത്ത് സൂം ചെയ്താണ് പല ചിത്രങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയൊരു ഭീകരത നമുക്ക് മനസ്സിലാവും. ഇപ്പം മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വലിയൊരു കല്ലെടുത്ത് രണ്ടാമത്തെ താഴത്തെ കുഴിക്കകത്ത് വന്ന് വീണ് നിൽക്കാൻ മാത്രമുള്ള മണ്ണേ നിലവിൽ അതിൻ്റെ മുകളിലോട്ടുള്ളൂ. പിന്നെയുള്ളത് പാറ എന്ന് പറയുന്നതാണ്. അത് പെട്ടെന്ന് തള്ളിപ്പോരില്ല. ഇതൊക്കെ നമ്മുടെ നമുക്ക് കാഴ്ചയിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ പാഠങ്ങളാണ് പറയുന്നത്. ഇതിനൊരു ടെക്നിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ അതിന് വിദഗ്ധർ തന്നെ വേണം. അപ്പോൾ അവരുടെ സംഘം ഇവിടെ എത്തിയാൽ മാത്രമേ അതായത് പൂർണ്ണമായും ആ ഒരു സയന്റിഫിക്കലി നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പം ഇവിടുന്ന് മനസ്സിലാക്കുന്ന വെച്ചൊരു ഭീകരാവസ്ഥയില്ല. ഇതിൻ്റെ മണ്ണിലുള്ള മണ്ണിടിഞ്ഞു പോകണം പോലും ഇതിൻ്റെ നടുക്ക് വന്ന് നിൽക്കുന്ന ഒരു തരത്തിലാണ് അതിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഉള്ളത്. ഇനിയിപ്പോൾ നമുക്കിവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഭീതി എന്ന് പറയുന്ന, അതായത് ക്രഷറും, അതായത് വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാല് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. ആ വെള്ളം ഒഴുകി പോകുന്ന ചാലുള്ളത് ഈ ക്രഷറിൻ്റെ അകത്താണ്. നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രഷറിൻ്റെ അകത്താണ്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമൊന്നുമില്ല. വെള്ളം വരുന്നു. ആ വെള്ളം നേരെ, അതായത് മുകളിൽ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കല്ല് പൊട്ടിച്ച കുഴികളിലുണ്ടാകുന്ന ഉറവകളിൽ നിന്നുള്ള വെള്ളവും ഒക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംയുക്തമായിട്ട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, താഴോട്ട് ഒഴുകുന്നത്. അപ്പം പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ആ ഒരു പല അരുവികൾ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ വെള്ളമായിട്ട് താഴോട്ട് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് താഴെ നിന്നും നമ്മൾ റോഡിൽ നിന്നും കാണുന്ന ആ വലിയൊരു ജല ഒഴുക്ക് മഴക്കാലത്തുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പം താഴോട്ട് അങ്ങനെ വലിയൊരു ജലം ഒഴുകുന്നൊന്നും കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നത് അത്രേ നമുക്കും കാണാൻ പറ്റിയിട്ടുള്ളൂ. വലിയൊരു ജലമോ കാര്യങ്ങളോ ഒന്നും ഒഴുകുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കല്ലെടുത്ത് മാറ്റിയതിൻ്റെ പലയിടത്തുനിന്ന് ഒഴുകുന്ന വെള്ളവും പറമ്പിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും ഒരുമിച്ച് കൂടി താഴോട്ട് പോകുന്നൊരു കാഴ്ച. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സൂയിസൈഡ് പോയിന്റിൻ്റെ ഒരു ഫീൽ ചെയ്തു. ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഓൾറെഡി പോയത്, താഴെയല്ല. താഴെ ഞങ്ങൾ തിരിച്ചു വന്ന റോഡിലൂടെ ഒന്ന് കയറിയിരുന്നു. എങ്കിലും അത് നിങ്ങളെ കാണിക്കും. ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഈ ക്രഷറിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങൾ എത്തിയത്. മണ്ടയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നല്ല മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അതായത് ക്രഷറിൻ്റെ കുഴിയാണ്. അപ്പം ഇപ്പം നമ്മൾ 2 ക്രഷറിൽ പോയപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ, 2 കോറയിൽ പോയപ്പോഴും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെമ്പന്തൊട്ടി ടൗണ്, പള്ളി, അതുപോലെ തന്നെ അവിടെ ഒരു കലാഗ്രാമം അല്ലേ, കലാഗ്രാമം, അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ, ഇനിയിപ്പോൾ ഇതിന്റെ അകല ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ണൂർ കാണാൻ പറ്റുന്നുണ്ട്. സഫാരി സൂ പാർക്കിന് വേണ്ടി എടുത്തിരുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒക്കെ അവിടെ നിന്ന് നമുക്ക്, അതായത് നമ്മുടെ ക്യാമറയിൽ സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏഴുമല നാവിക അക്കാദമിയുടെ പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് എല്ലാം താഴുന്നതെല്ലാം അവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് നമ്മളോട് താഴെ നിന്ന് വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞത്. അപ്പം നിലവിൽ അങ്ങനെ ഒരു കാഴ്ചകളൊന്നും നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈമിലൊക്കെ എത്തി നമുക്കത് കാണാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികളൊന്ന് ഇടപെട്ട് അതിനകത്ത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു മനോഹരമായ ദൃശ്യങ്ങളിലോട്ടൊക്കെ കാഴ്ച കൊടുക്കുന്ന ഒരു നല്ല ഹിൽ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായ സുരക്ഷാ ക്രമീകരണം വേണം. കാരണം കുറേ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു താഴ്ചയും കുഴിയൊക്കെ ഉണ്ട്. അവിടെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്താൽ നല്ലൊരു ടൂറിസം സ്പോട്ടായി കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഭീതിപ്പെടുത്തുന്ന ബോംബല്ല, ശരിക്കും അങ്ങോട്ടൊരു ആകർഷണം തോന്നുന്ന മനോഹരമായ കുറച്ച് കാഴ്ചകൾ കൂടി നൽകാൻ പറ്റുന്ന ഒരു ഏരിയ കൂടി ആയിട്ട് വേണം നമ്മളതിനെ കരുതാൻ. ഈ ഞണ്ണമലയെ നമുക്ക് നയനാർ മലയെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങളത് കാണുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കിറ്റാച്ചയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലിപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മലയോര ന്യൂസിൻ്റെ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടത്രയും അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന പോലെ ചെമ്മന്തൊട്ടിക്കാരാണ്, പ്രത്യേകിച്ച് ചെമ്മന്തൊട്ടിക്കാർ ഭയക്കുന്ന പോലെ അത്രയും വലിയൊരു അപകട സാധ്യതകളൊന്നും
മീൻസ് നമ്മുടെ ആ ഒരു പരിമിതമായ അറിവിൽ നിന്ന് നമുക്കവിടെ മനസ്സിലായിട്ടെന്നുള്ളതല്ല, നമുക്കവിടെ ഫീൽ ചെയ്തില്ല അല്ലെങ്കിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സത്യം. നിങ്ങൾക്കാണെങ്കിലും അങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഒരു വലിയ ഭീകരതയൊന്നും അതിനകത്ത് ഫീൽ ചെയ്യില്ല. അപ്പോൾ നാളെ ഇപ്പോൾ ജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സമിതിയൊക്കെ ഇവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന് താഴേന്ന് പോകുന്നപ്പോൾ ആൾക്കാർ നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവരൊക്കെ സന്ദർശിച്ച ശേഷം അതിനകത്ത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി അധികാരികളെ കൃത്യമായി അറിയിച്ച് അധികാരികൾ വന്ന് ഇതിനകത്ത് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്കൊരു 100% ഉറപ്പെന്ന് പറയുന്നതിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആളുകളോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിൽ നിന്നാണ് ഇവർ ആദ്യം കണ്ട ആ ഒരു പാറക്കെട്ടിനകത്തെ വെള്ളത്തിൽ നിന്നാണ് ഇവർ വേനൽക്കാലത്തും അതെ അത്യാവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് പൈപ്പ് ഇട്ടിട്ടുണ്ട്, നമുക്ക് ആ പൈപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പൈപ്പ് ഇട്ടിട്ടുണ്ട്, പൈപ്പിൽ നിന്ന് എടുത്ത് താഴെ ടാങ്കിൽ കൊണ്ടുപോയിട്ടാണ്. ടാങ്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ കയറിപ്പോയ സമയത്ത് ടാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങി വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ടാങ്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ടാങ്കിലേക്ക് വെള്ളം എടുത്തിട്ടാണ് അവരൊക്കെ അവിടുത്തെ അത്യാവശ്യം കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളും, കുടിവെള്ളമല്ല മറ്റ് ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ അവിടുത്തെ ആളുകൾ പറഞ്ഞുള്ള മനസ്സിലാക്കിയത്, അതായത് ആ പ്രദേശവാസികളിൽ നിന്നും നമ്മൾ കണ്ടതിൽ നിന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പം മലയോര ന്യൂസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് പറയാനുള്ളത് ഇതിനകത്തൊരു ഭീതിക്കുള്ള അവസ്ഥ നമ്മുടെ നിഗമനത്തിലില്ല. ഇനിയിപ്പോൾ പിന്നെ നിങ്ങൾ അവിടെയുള്ള ജിയോളജി പോയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നിട്ട് സ്ഥലം സന്ദർശിക്കുകയും അവർക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർക്ക് അതിൻ്റെ ഇതുണ്ടല്ലോ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ബലവും കാര്യങ്ങളും എല്ലാം സ്ഥിരപ്പെടുത്തുന്നവരെ അതിൻ്റെ അകത്തൊരു ഭീതി നിലനിൽക്കാം നിങ്ങളുടെ ഉള്ളിൽ. പക്ഷേ നിങ്ങൾ ആ ചിത്രങ്ങളിൽ കാണുന്ന അത്രയൊരു ഭീകരത ഇല്ലാന്ന് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മളോട് വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു കാഴ്ചകൾ. നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. കാരണം വലിയൊരു പേടി അവിടെ മൊത്തത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിഴലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭീതി മാറുന്നതിലേക്ക് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. പരമാവധി ആൾക്കാരിലേക്കും മറ്റുമൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്തെത്തിച്ച് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചിത്രങ്ങൾ മാത്രമല്ല ഇതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ, അതായത് വളരെ ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി കാണാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും ഒരുക്കണം എന്നും കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.